ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓണനാളുകൾ എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിക്കാൻ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓണം നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കണം കേട്ടോ. എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണക്കളിയൊക്കെ കണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കണം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, എല്ലാവർക്കും ഒരു വിഷമമാണ്. മുടിക്ക് നീളം വയ്ക്കുന്നില്ല എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും ഉണ്ട് അല്ലേ? എന്തൊക്കെ ചെയ്തിട്ടും മുടിക്ക് നീളം വയ്ക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖം മാറ്റാനാണ് ഇന്ന് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. അതിന് കാരണം എന്താണെന്നോ, നമ്മുടെ മുടി, ഞാൻ പല വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചതാണ്. അപ്പോൾ ഞാനതൊന്ന് പുതുക്കി നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, നമുക്ക് ഓരോരുത്തരിലും DNA വ്യത്യാസമാണെന്ന് നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും നമ്മുടെ മുടിയുടെ നിറവും നീളവും ഘടനയും തിളക്കവും മിനുസവും ചുരുളിമയും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ചെയ്യുന്നത് അടുത്ത ആൾക്ക് ചെയ്യുമ്പോൾ ഗുണം കിട്ടണമെന്നില്ല. അപ്പം നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മുടെ മുടി എന്താണ്, അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മുടിക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ കഴിക്കാം കേട്ടോ. നമ്മളത് നമ്മളെല്ലാവരും ഒരുപോലെ കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതാണ് നമുക്ക് അടിത്തറ. നമുക്ക് ആവശ്യമായ പോഷണം കിട്ടണം. പിന്നെ ഈ പോഷണം കിട്ടാതെ വരുമ്പോഴും മുടിയുടെ പ്രശ്നം എന്താണെന്നോ, ഈ മുടിക്കൊരു പോഷണം കിട്ടാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്നോ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും പ്രവർത്തനങ്ങൾക്കും എല്ലാം ആവശ്യമായത് എടുത്തതിന് ശേഷം ബാക്കി വരുന്നതാണ് ഈ മുടിക്ക് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഒരു കാരണം അതാണ്. പിന്നെ നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻ, ഇപ്പോൾ ചൂട് സമയം അല്ലെങ്കിൽ തണുപ്പ് രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്നവർ, അങ്ങനെ നമ്മുടെ ഹ്യൂമിഡിറ്റി, അങ്ങനെ ഒത്തിരി നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് നമ്മുടെ മുടിയെ ബാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് കേട്ടോ, ഉൽപ്പന്നങ്ങൾ പല വിധത്തിൽ നമ്മുടെ മുടിയെ ഡാമേജ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മുടിക്ക് ആവശ്യമായ ആഹാരങ്ങൾ കേട്ടോ, അത് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മുടി വല്ലാണ്ട് ഇങ്ങനെ ചെമ്പിക്കുക, അല്ലെങ്കിൽ വല്ലാണ്ട് കൊഴിഞ്ഞു പോവുക, തുമ്പ് പൊട്ടിപ്പോവുക, അത് എന്താ പറയുക, ഓജസ്സും ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വൈറ്റമിൻസിൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കണം. മെയിനായിട്ട് വൈറ്റമിൻ ബിയും വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അതോടൊപ്പം തന്നെ അയണും ഇതെല്ലാം കാൽസ്യവും ഇതെല്ലാം നമ്മുടെ മുടിക്ക് ആവശ്യമാണ്. കൂടാതെ പ്രോട്ടീനും. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം അടങ്ങിയ ഭക്ഷണം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ധാരാളം നട്ട്സും സീഡ്സും ഒക്കെ വൈറ്റമിൻ എ കിട്ടുന്നതാണ്. പുളിയുള്ള പഴങ്ങളും പച്ചക്കറികളിലും എല്ലാം വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ മാത്രമല്ല മുട്ടയുടെ മഞ്ഞക്കൊരു വൈറ്റമിൻ ബി ഉണ്ട്. അങ്ങനെ നമ്മൾ മുട്ട കഴിക്കണം. അതുപോലെ ഉണക്കമുന്തിരി നല്ലതാണ് കേട്ടോ, ചീര, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ, പിന്നെ ബനാന, ഏത്തപ്പഴം നല്ലതാണ് കേട്ടോ. എല്ലാ വൈറ്റമിൻസും ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബനാന നമ്മൾ കഴിക്കണം. പിന്നെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, മീനും കേട്ടോ, പിന്നെ അതുപോലെ നോൺ വെജൊക്കെ നമ്മൾ കഴിക്കണം. അങ്ങനെ നമ്മുടെ മുടിക്ക് ഇനിയിപ്പോൾ നോൺ വെജ് ഇഷ്ടമല്ലാത്തവർക്ക് അതനുസരിച്ചുള്ള വെജിറ്റബിൾസ് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കണം. അതാണ് ആദ്യം നമ്മുടെ ബേസ് അതാണ്. മുടി വളരാനുള്ള നമ്മൾ ആദ്യം ചെയ്യേണ്ട അതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ നിങ്ങൾക്ക് ഒരു മാസം ടാബ്ലറ്റായിട്ട് കഴിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. omega-3 ഫാറ്റി ആസിഡ്സ് റെഗുലറായിട്ട് കഴിക്കരുതെന്നേ ഉള്ളൂ. നമുക്ക് ഒരു മാസം 2 മാസമൊക്കെ വല്ലാണ്ട് മുടി മോശമായെന്ന് തോന്നുമ്പോൾ കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അയണും കഴിക്കാം. ഓക്കെ. ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുക എന്നുള്ളതാണ്. നമ്മുടെ തലയോട്ടിലെ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ ഉള്ള പ്രശ്നം, ഓക്സിജൻ ഫ്ലോ കുറയും. ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ വേറൊരു പ്രശ്നം, നമ്മുടെ പോഷണങ്ങൾ നമ്മുടെ തലയോട്ടിൽ എത്താൻ
എത്തില്ല. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ കുറച്ച് എന്തെങ്കിലും എണ്ണ, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റോസ്മേരി ഓയിലോ അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ല ഒലിവ് ഓയിലോ അങ്ങനെ കാസ്റ്റർ ഓയിൽ, ഇത് ഏതെങ്കിലും അധികമൊന്നും വേണ്ട കേട്ടോ, 2-3 തുള്ളി മതി. നന്നായിട്ട് സ്കാൾപ്പ് ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ ഈ സ്കാൾപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഓക്സിജൻ ഫ്ലോ കൂടും. അപ്പം നമ്മുടെ മുടിക്ക് നല്ല കരുത്തും പോഷണം കിട്ടുകയും മുടി വളരുന്നതിന് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതാണ് നമുക്ക് ഓയിൽ മസാജ് കൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ഓയിൽ ചൂടാക്കി മസാജ് ചെയ്യാം. അതിന് നമ്മൾ ഓയിൽ മസാജ് എന്ന് പറയും. സാധാരണ ബ്യൂട്ടി പാർലറൊക്കെ പോയി എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓയിൽ മസാജും ചെയ്യണം. എണ്ണ ചൂടാക്കി നമ്മൾ മസാജ് ചെയ്തിട്ട് എന്തെങ്കിലും ഹെയർ പാക്ക് മാസത്തിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ഇടുന്നതും നല്ലതാണ്. ഈ ഹെയർ പാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അതിലേക്ക് മുട്ട ചേർക്കണം, അതുപോലെ കാപ്പിപ്പൊടി, പിന്നെ തൈര്, ഇത് നെല്ലിക്ക, പിന്നെ നമ്മൾ മൈലാഞ്ചി പൊടി നമുക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് മാസത്തിലൊരിക്കൽ ഇടാം. അതോടൊപ്പം തന്നെ ഓയിൽ മസാജ്, എണ്ണ ചൂടാക്കി ഓയിൽ മസാജും ചെയ്യാം. അടുത്ത് ശ്രദ്ധിക്കാനുള്ളത് ഹെയർ കട്ടാണ് കേട്ടോ. എല്ലാവർക്കും മടിയാണ് ഹെയർ കട്ട് ചെയ്യാൻ. എനിക്ക് പാർലറുള്ള കാലത്ത് ഞാൻ നിർബന്ധിച്ചാണ് ഓരോരുത്തരെ കൊണ്ട് മുടിയുടെ ഒന്ന് അറ്റം കട്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഹെയർ കട്ടിന് നിങ്ങൾ പേടിക്കണ്ട. ഹെയർ കട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നോ, ഈ തുമ്പ് വരുമ്പോൾ മുടി ആകെ പിന്നെ വളരെ ദാരിദ്ര്യം ആകുമല്ലോ, മുടി വളരെ മോശമാവും. അപ്പോൾ അത് തുമ്പ് വെട്ടിക്കളയുമ്പോൾ പിന്നിക്ക് മുടിക്ക് വളരാനുള്ള ടെൻഡൻസി ഉണ്ടാകും. മുടി സ്പ്ലിറ്റ് എൻഡ് പോവുകയും അതുപോലെ തന്നെ മുടിയുടെ പിന്നെ എന്താ പറയുക, തുമ്പ് വരുമ്പോൾ മോശമാവുന്ന ആ തുമ്പ് ഭാഗം നമ്മൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് വെട്ടിക്കൊണ്ടിരുന്നോ അതുമൂലം മുടി വളരാതിരിക്കില്ല. എല്ലാവരും പറഞ്ഞു അയ്യോ ഇനി ഇത്രയും നീളം വെക്കണമെങ്കിൽ എത്ര നാൾ വേണമെന്നൊക്കെ ചോദിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെയർ കട്ട് മസ്റ്റാണ് കേട്ടോ. ഹെയർ കട്ട് ചെയ്താലാണ് മുടി വളരുള്ളൂ. തുമ്പിലുള്ള ഡാമേജൊക്കെ പോയി വന്നാലാണ് മുടിക്ക് വളരാനുള്ളൊരു പിന്നെ ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഫുഡ് കഴിക്കുക ഇതൊക്കെ ചെയ്യും, ഇതെല്ലാം ചെയ്തിട്ട് തുമ്പ് ഇങ്ങനെ മോശമായിട്ട് കിടന്നാൽ ഒരു കാരണവശാലും വളരില്ല. അതാ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. പിന്നെ ഷാമ്പു ചെയ്യാൻ മടിയുള്ളവരെ എനിക്കറിയാം. അതും നമ്മൾ ഷാമ്പു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. കാരണം നമ്മുടെ അന്തരീക്ഷ മലിനീകരണം, നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള പൊടി അഴുക്കും എല്ലാം നമ്മുടെ തലയോട്ടിൽ കയറി സുഷിരങ്ങളൊക്കെ അടഞ്ഞ് താരൻ അതുപോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഷാമ്പു ചെയ്യണം. ഷാമ്പു തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള, അതായത് ബേബി ഷാമ്പു അല്ലെങ്കിൽ നാച്ചുറൽ ഷാമ്പു ഒക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് നല്ല ഉറക്കം വേണം, അതുപോലെ ടെൻഷൻ അകറ്റണം, ധാരാളം വെള്ളം കുടിക്കണം. ഇതെല്ലാം ഇതിൻ്റെ പുറകെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമായല്ലോ അല്ലേ, എല്ലാവരും ഹാപ്പി ആയല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എന്നെ വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.